friends, welcome to Biyas kitchen. ഇന്ന് ഞാൻ ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത് ഇളനീർ പായസമാണ്. വളരെ ടേസ്റ്റി ആയിട്ടാണ് ഈ പായസം ഞാൻ ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത്. പെട്ടെന്ന് റെഡിയാക്കാവുന്ന ഒരു മെത്തേഡിലാണ് ഈ പായസം ഞാൻ ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇളനീർ പായസം ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. നല്ല ഫുൾ ഫാറ്റ് പാലാണ് എടുക്കേണ്ടത്. ഇത് നമുക്ക് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. അങ്ങനെ കയ്യിൽ കൊണ്ട് ഇളക്കി കൊടുത്താൽ ഇതിൽ വരുന്ന പാൽപ്പാട ഇല്ലാതെയാകും. എന്തായാലും നമുക്ക് ഈ പാൽപ്പാടയോട് കൂടിയിട്ടുള്ള പാലാണ് വേണ്ടത്. പാൽപ്പാടയോട് കൂടിയിട്ട് നമ്മൾ അത് തണുപ്പിച്ചെടുത്തതിന് ശേഷം പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ള പായസം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പായസത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഈ സമയത്ത് തിളച്ച് വരുന്നത് വരെ നമ്മൾ ഇതിൽ കയ്യിലിട്ടൊന്നും ഇളക്കി കൊടുക്കരുത്. ഇതേ പൊസിഷനിൽ വെച്ച് തന്നെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ പാല് പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം 1/2 കപ്പ് ഇളനീരിൽ 2 ടീസ്പൂൺ കോൺ പൗഡർ ചേർത്ത് മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിത് ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഈ പാലിലേക്ക് കോൺ പൗഡർ ചേർത്ത് കൊടുക്കാൻ കാരണം എല്ലാവരും കരിക്ക് പായസം ഉണ്ടാക്കുന്നത് കരിക്കിൻ്റെ ഫ്ലഷ് ഒന്ന് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്ത് ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ് കട്ടി കൂടാൻ വേണ്ടിയിട്ട്. ഞാനിത് ചൂടുള്ള പാലിലേക്ക് ചേർക്കുന്നില്ല, സെപ്പറേറ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. മാത്രമല്ല നമുക്ക് ഈ പായസം അല്പം തിക്കായിട്ട് റെഡിയാക്കി എടുക്കാനും പറ്റും. പായസത്തിന് നല്ല കളറും കിട്ടും. ഇനി ഇളനീറിൻ്റെ ഫ്ലഷ് നമ്മൾ ഇതിലോട്ടിട്ട് ചൂടുള്ള പാലിലിട്ട് കുക്ക് ചെയ്തെടുത്താൽ അതിൻ്റെ ടേസ്റ്റ് വേറെ ആയിട്ട് മാറും. അപ്പോൾ അതിനേക്കാൾ നല്ലത് അതിന് ഗുണം പോകാതെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സെപ്പറേറ്റ് പാല് ചൂടാറിയതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ പാല് കുക്കായി വന്നിട്ടുണ്ട്. ഒന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതാണ്. അപ്പോൾ ഇത്ര തിക്കിലാണ് നമുക്ക് കിട്ടുന്നത്. ഓവർ തിക്കിലും എടുക്കരുത്. അല്ലെങ്കിൽ നമ്മൾ ഇളനീറിൻ്റെ ഫ്ലഷ് ചേർത്തെടുക്കുന്നതുകൊണ്ട് കറക്റ്റ് തിക്കായിട്ടാണ് നമുക്ക് പായസം റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത്. ഇനി പായസം റെഡിയാക്കുന്നത് ഈ പാല് ചൂടാറിയതിന് ശേഷമാണ്. നമുക്ക് ഈ പാലൊന്ന് ചൂടാക്കിയെടുക്കാം. തണുപ്പിൽ പായസം കുടിക്കണമെന്നുള്ളവർക്ക് ചൂടാറിയതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതിന് ശേഷം പായസം റെഡിയാക്കി എടുത്താൽ മതി. ഞാനിവിടെ പായസം റെഡിയാക്കുന്നത് റൂം ടെമ്പറേച്ചർ പാലിലാണ്. അപ്പോൾ നമുക്ക് തണുത്തതിന് ശേഷം പായസം റെഡിയാക്കി എടുക്കാം. പാല് തണുക്കാൻ വെക്കുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇവിടെ ഞാൻ ഇളനീർ പായസം ഉണ്ടാക്കുന്നതിനായിട്ട് 1 കരിക്കാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഫ്ലഷാണിത്. ഇത് നമുക്ക് മിക്സിയിലൊന്ന് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഒരുപാട് പേസ്റ്റാക്കി അരച്ചെടുക്കരുത്. ജസ്റ്റ് ഒന്ന് പൾസിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഒരുപാട് അരച്ചൊന്നും എടുത്തില്ല, വെള്ളം ചേർക്കാതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊടിച്ച പോലെ എടുത്തേക്കാണ്. കാരണം പായസം കുടിക്കുമ്പോൾ ഇങ്ങനെ കടിച്ചിരുന്ന ഫീലിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇനി ഇതിലേക്കായിട്ട് വേണ്ടത് 1/2 മുറി തേങ്ങയുടെ തിക്ക് പാലാണ് വേണ്ടത്. 1/4 കപ്പ് വെള്ളമൊഴിച്ച് നല്ലപോലെ മിക്സിയിൽ പാലെടുത്തതാണ്. ഇനി അടുത്തത് ഇളനീരാണ്. ഇളനീര് 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. കണ്ടൻസ് മിൽക്ക് 200 ml. 7 പീസ് ഏലക്ക ഷുഗർ ചേർത്ത് പൊടിച്ചെടുത്തതാണ്. ക്രഷ് ചെയ്തെടുത്ത ബദാം 1/4 കപ്പ്. ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം അതിലുള്ള ഫൈൻ പൗഡർ സ്ട്രെയിനറിൽ അരിച്ചെടുത്തതാണ്. ഇത് നമുക്ക് സെപ്പറേറ്റ് ചേർത്ത് കൊടുക്കാനാണ്. പിസ്ത ക്രഷ് ചെയ്തെടുത്തത് ആവശ്യത്തിന്. വൈറ്റ് റൈസിൻസ് 1 ടേബിൾ സ്പൂൺ. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കാച്ചി വെച്ച പാല് നല്ലപോലെ ചൂടാറി തണുത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. 200 ml കണ്ടൻസ് മിൽക്കാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതിലേക്ക് ഷുഗർ സെപ്പറേറ്റ് ചേർക്കുന്നില്ല. അതിരത്തിനായിട്ട് കണ്ടൻസ് മിൽക്കാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. പാലും കണ്ടൻസ് മിൽക്കും നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇളനീർ ചേർത്ത് കൊടുക്കാം. ഇളനീർ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പായസത്തിന്. ഇളനീർ നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഫ്ലേവർ മാറാതെ തന്നെ കിട്ടും. ഇതിലേക്ക് 2 ടീസ്പൂൺ ഷുഗർ ചേർത്ത് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ ഫ്ലഷ് ചേർത്ത് കൊടുക്കാം. കട്ടകളെല്ലാം അടത്തി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം.
മധുരം കറക്റ്റ് ആണോ എന്ന് നോക്കാം. അല്പം കണ്ടൻസ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം അല്പം കുറവായിരുന്നപ്പോൾ ഞാൻ കണ്ടൻസ് മിൽക്ക് അല്പം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു അല്പം ഉപ്പ് ചേർക്കാം. അല്പം ചേർത്ത് കൊടുത്താൽ മതി. ഷുഗർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. ഇതിലേക്ക് വൈറ്റ് റൈസിൻസ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. പായസത്തിന് നല്ല തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്രഷ് ചെയ്തെടുത്ത ബദാമിൽ നിന്ന് ഫൈൻ പൗഡർ മാറ്റിയെടുത്തത്. അത് ഇതിലേക്ക് ചേർക്കാം. പിസ്ത പൗഡറിൽ നിന്ന് പകുതി ചേർക്കാം. പകുതി നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടതാണ്. ഈ ഇളനീർ പായസം നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇതിന് മുകളിലായിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇളനീർ പായസം ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റിയൊരു ഐറ്റം കൂടിയാണ്. പായസമായിട്ടും ഡ്രിങ്കായിട്ടും ഉൾപ്പെടുത്താവുന്ന രീതിയിലുള്ളൊരു ഐറ്റം കൂടിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ എൻ്റെ എല്ലാ പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.